എല്ലാവർക്കും നമസ്കാരം. കവറ്റ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 വീഡിയോസിലായിട്ട് നമ്മൾ സെപ്റ്റംബറിൽ ചോദിക്കാവുന്ന SBI ക്ലർക്ക് മെയിൻസിൽ ചോദിക്കാവുന്ന സെപ്റ്റംബറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് നോക്കുന്നത്. 120ഓളം MCQs നോക്കിയിട്ടുണ്ട്. പാർട്ട് 3 വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 4 വീഡിയോ ആണ്. ഈ സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇവിടെയും നമ്മളൊരു 40-42 ക്വസ്റ്റ്യൻസ് നോക്കുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: Which Indian company became the second US dollar 200 billion market capitalization? ഏത് ഇന്ത്യൻ കമ്പനി രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ കമ്പനി $200 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഹിറ്റ് ചെയ്ത കമ്പനി TCS ആണ്. ടാറ്റ കൺസൾട്ടൻസി സർവീസ്. റിലയൻസ് ആയിരുന്നു ആദ്യത്തെ കമ്പനി. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. TCS ആണ് സെക്കൻഡ് കമ്പനി. Who launched Kisan Store, which allows farmers ആണ്, framers അല്ല, farmers to purchase agricultural products online? ആരാണ് കിസാൻ സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കുന്നത്? ഓപ്ഷൻ ബി, ആമസോൺ ഈസ് ദ ആൻസർ. വിച്ച് ബാങ്ക് ഹാസ് ബീൻ നെയിംഡ് വേൾഡ്സ് ബെസ്റ്റ് ബാങ്ക് ആൻഡ് വേൾഡ്സ് ബെസ്റ്റ് ഡിജിറ്റൽ ബാങ്ക് ബൈ യൂറോമണി അവാർഡ്സ് ഉണ്ട് ബാങ്കുകൾക്ക് കൊടുക്കുന്ന. അതിൽ വേൾഡ്സ് ബെസ്റ്റ് ബാങ്ക് ആയിട്ടും വേൾഡ്സ് ബെസ്റ്റ് ഡിജിറ്റൽ ബാങ്കുമായിട്ടും അവാർഡ് ചെയ്യപ്പെട്ടത് ആരാണ്? DBS ബാങ്ക് ആണ്. സിംഗപ്പൂരാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. DBS ബാങ്ക് ഒരു ഇന്റർനാഷണൽ ബാങ്കാണ്. സിംഗപ്പൂരാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓർത്ത് വയ്ക്കുക, ഇത് നേരിട്ട് ചോദിക്കാവുന്നതാണ്. Adidas named Dash as the face of their campaign Stay in Play. സ്റ്റേ ഇൻ പ്ലേ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് അഡിഡാസിൻ്റെ. അത് മെൻസ്ട്രേറ്റിംഗ് വുമൻസിന് വേണ്ടിയിട്ട് അവർ ലോഞ്ച് ചെയ്തൊരു ക്യാമ്പയിനാണ്. സ്പോർട്സിൽ പങ്കെടുക്കുന്ന മെൻസ്ട്രേറ്റിംഗ് വുമൻസിന് വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിക്കാനുള്ള ക്യാമ്പയിനാണ് സ്റ്റേ ഇൻ പ്ലേ. അതിൻ്റെ അഡിഡാസിൻ്റെ ക്യാമ്പയിനാണ്. ആരെയാണ് അതിൻ്റെ ഫേസ് ആയിട്ട് അഡിഡാസ് ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്? മീരാഭായ് ചാനു ഈസ് ദ ആൻസർ. മീരാഭായ് ചാനുവാണ് ആദ്യത്തെ മെഡല്, സിൽവർ മെഡൽ ഇൻ ടോക്കിയോ ഒളിമ്പിക്സ്. ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ അവർക്കായിരുന്നു. മീരാഭായ് ചാനു വെയിറ്റ് ലിഫ്റ്റിംഗിലാണ്. 49 കിലോഗ്രാം കാറ്റഗറി വെയിറ്റ് ലിഫ്റ്റിംഗിലാണ്. ദ ബുക്ക് ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് ഈസ് ഓതേർഡ് ബൈ. ആരാണെന്ന് ചോദിക്കുന്നത്? ജുംബ ലാഹിരി ഈസ് ദ ആൻസർ. നെയിം സേക്ക് എന്ന് പറയുന്ന പുസ്തകമൊക്കെ എഴുതിയ അവരാണ്, ഒരു നോവലിസ്റ്റ് ആണ് ജുംബ ലാഹിരിയുടെ പുസ്തകമാണ് ട്രാൻസ്ലേറ്റിംഗ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് എന്ന പുസ്തകം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ഇന്റർനാഷണൽ ഡേ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ഓസോൺ ലെയർ ഈസ് ഒബ്സർവ്ഡ് ആണ്. ഓസോൺ ലെയർ പ്രിവെൻഷൻ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത് ചോദിക്കുന്നത്? സെപ്റ്റംബർ 16 ഈസ് ദ ആൻസർ. സെപ്റ്റംബർ 16 അത് ഒബ്സർവ് ചെയ്യുന്നത്, ഓസോൺ ലെയറിന്റെ പ്രിസർവേഷൻ. തീമുണ്ട് മോൺട്രിയൽ പ്രോട്ടോകോൾ. keeping us our food and vaccines cool. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തീം നോക്കണം. കീപ്പിംഗ് us our food and vaccines cool എന്നതാണ് ഇതിന്റെ തീം. മോൺട്രിയൽ പ്രോട്ടോകോൾ, കീപ്പിംഗ് us our food and vaccines cool. September 16th. What is the name of the program launched by Meghalaya government to engage and participate citizens in the governance process? ഭരണ സംവിധാനത്തിൽ അവരുടെ സിറ്റിസൺസിനെ എൻഗേജ് ചെയ്യും പാർട്ടിസിപ്പേറ്റും ചെയ്യുന്ന മേഘാലയ ഗവൺമെന്റിന്റെ പ്രോഗ്രാമിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നത്? MyMEG ഈസ് ദ ആൻസർ. MyMEG, മേഘാലയ ഗവൺമെന്റ്. കോൺറാഡ് സാങ്മയാണ് അവിടുത്തെ CM. കോൺറാഡ് സാങ്മ ഈസ് ദ CM ഓഫ് മേഘാലയ. GST കൗൺസിലിന്റെ ഒരു 8-member പാനൽ ഉണ്ടായിരുന്നു. 8-member ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്. COVID-19 റിലീഫ് മെറ്റീരിയൽസിന്റെ മുകളിൽ ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാനൽ GST കൗൺസിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. 8 members ആണുള്ളത്. ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. ആ പാനലിന്റെ ഹെഡ് കോൺറാഡ് സാങ്മയാണ്, മേഘാലയ ചീഫ് മിനിസ്റ്റർ. Who released the report Reforms in Urban Planning Capacity in India? എന്ന റിപ്പോർട്ട് റിലീസ് ചെയ്ത ആരാണെന്നാണ് ചോദിക്കുന്നത്? നീതി ആയോഗ് ആണ്. ഓപ്ഷൻ എ, നീതി ആയോഗ് ഈസ് ദ ആൻസർ. അമിതാഭ് കാന്ത് ആണ് CEO. അമിതാഭ് കാന്ത് ഈസ് ദ CEO ഓഫ് നീതി ആയോഗ്. ചെയർമാൻ ആരാണ്? ചെയർമാൻ PM ആയിരിക്കും.
ചെയർമാൻ എപ്പോഴും PM ആയിരിക്കും. വൈസ് ചെയർമാൻ ആണ് രജനീഷ് കുമാർ. രജനീഷ് കുമാർ അല്ല, രാജീവ് കുമാർ ആണ് വൈസ് ചെയർമാൻ. ഓക്കെ. A dash member committee has been constituted under the chairmanship of ബൈജയന്ത് പാണ്ഡ. ആരുടെ കീഴിലാണ് കമ്മിറ്റി? ബൈജയന്ത് പാണ്ഡയുടെ കീഴിലാണ് രൂപീകരിച്ചിട്ടുള്ളത്. ബൈ ദ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഫോർ ദ റിവ്യൂ ഓഫ് നാഷണൽ കാഡറ്റ് കോർപ്സിന്റെ റിവ്യൂവിന് വേണ്ടിയിട്ടാണ് ബൈജയന്ത് പാണ്ഡ. ഒരു കമ്മിറ്റി പഠിക്കുമ്പോൾ ആരാണ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, ആരാണ് ഹെഡ്, എന്തിനാണ്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ആൻസർ സി, 15 മെമ്പർ കമ്മിറ്റിയാണ്. 15 മെമ്പർ കമ്മിറ്റി ഈസ് ദ ആൻസർ. ഓപ്ഷൻ സി 15. Okay, so next, the World Economic Forum annual meet 2022 will be at annual meet വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ആനുവൽ മീറ്റ് 2022 എവിടെയായിരിക്കും നടക്കുക ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ഡാവോസിലാണ്, സ്വിറ്റ്സർലാൻഡിലെ ഡാവോസിലാണ് നടക്കുക. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ? കൊളോണി, അതും സ്വിറ്റ്സർലാൻഡിലാണ്. കൊളോണിയാണ് ആൻസർ. തീം വർക്കിംഗ് ടുഗദർ റീസ്റ്റോറിംഗ് ട്രസ്റ്റ്. ഇതിനൊരു തീമുണ്ട് ആനുവൽ സമ്മിറ്റിന്, വർക്കിംഗ് ടുഗദർ റീസ്റ്റോറിംഗ് ട്രസ്റ്റ്. ഇതാണ് തീം, വർക്കിംഗ് ടുഗദർ റീസ്റ്റോറിംഗ് ട്രസ്റ്റ്. ഡാഷ് issued India's first Euro green bond worth $300 million. ആരാണ് $300 million ഇന്ത്യസ് ഫസ്റ്റ് യൂറോ ഗ്രീൻ ബോണ്ട് ഇഷ്യൂ ചെയ്തത്? അതിന്റെ ആൻസർ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ആണ്. ഡാഷ് വൺ ദ വുമൻസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2021. അവാർഡാണ് വുമൻസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2021 കിട്ടിയത് ആർക്കാണ് ചോദിക്കുന്നത്. വുമൻസ് പ്രൈസ് ഫോർ ഫിക്ഷൻ 2021 കിട്ടിയത് സൂസന്ന ക്ലർക്ക് ഇസ് ദ ആൻസർ. സൂസന്ന ക്ലർക്കിന്റെ പിരാനേശി എന്ന അവരുടെ ഒരു നോവലാണ്. നോവലിനാണ് കിട്ടിയത്. ആസിക്സ് അപ്പോയിന്റഡ് ഡാഷ് ആസ് ദ ബ്രാൻഡ് അംബാസഡർ. ആസിക്സ് ആരെയാണ് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. ജോഷ്ന ചിന്നപ്പ ഇസ് ദ ആൻസർ. ബാഡ്മിന്റൺ പ്ലെയർ ആണ് ജോഷ്ന ചിന്നപ്പ. ജോഷ്ന ചിന്നപ്പേനാണ് ആസിക്സ് ഒരു ജപ്പാനീസ് കമ്പനിയാണ്. ആസിക്സ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്പോർട്സ് കമ്പനിയാണ്. സ്പോർട്സ് യൂട്ടിലിറ്റീസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്, ആക്സസറീസ് ഒക്കെ. ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് അപ്പോയിന്റഡ് ഡാഷ് ആസ് ഇസ് ഫസ്റ്റ് ബ്രാൻഡ് അംബാസഡർ. ഫിനോ പേയ്മെന്റ്സ് ബാങ്കിന്റെ ആദ്യത്തെ ബ്രാൻഡ് അംബാസഡർ ആണ്. അത് ആരെയാണ് ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. ഫിനോ പേയ്മെന്റ്സ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? നവി മുംബൈയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പൊ ചോദിച്ച് കാണുന്നുണ്ട്. നവി മുംബൈയിലാണ് ഫിനോ പേയ്മെന്റ്സ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പങ്കജ് ത്രിപാഠി ഈസ് ആൻസർ. പങ്കജ് ത്രിപാഠിനെയാണ് അവര് ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് എന്ത് ചെയ്തത്? അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഫിക്കർ നോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ഫിനോ പേയ്മെന്റ് ബാങ്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിക്കർ നോട്ട് ഇത് ബാങ്കിങ്ങിനെ കുറിച്ചിട്ട് പേടിക്കേണ്ടതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഫിക്കർ നോട്ട്. ഇത് ഫിനോ പേയ്മെന്റ്സ് ബാങ്കിന്റെ ക്യാമ്പയിനാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഫോർ ദ ബെറ്റർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്കീംസ് related to SC, ST, OBC and women under the chairmanship of. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു കമ്മിറ്റിയാണ് ഫോർ ദ ബെറ്റർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്കീംസ്. SC, ST, OBC ആൻഡ് വുമൺ അവരുമായി ബന്ധപ്പെട്ട സ്കീംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ ചെയർമാൻഷിപ്പിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് ചോദിക്കുന്നത്. രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗിന്റെ കീഴിലാണ്. നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആണ്. രാജ്നാഥ് സിംഗിന്റെ കീഴിലാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. 8 മെമ്പേഴ്സ് ആണ്. 8 മെമ്പേഴ്സ് ഈ കമ്മിറ്റിയിൽ 8 മെമ്പേഴ്സ് ആണ്. അവരെല്ലാം മിനിസ്റ്റേഴ്സ് ആണ്. ഡാഷ് became the first country without a nuclear weapon to test fire a submarine launched ballistic missile. ആദ്യത്തെ രാജ്യമല്ല സബ്മറൈൻ ലോഞ്ചർ ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് ഫയർ ചെയ്യുന്ന ആദ്യത്തെ രാജ്യമല്ല ചോദിക്കുന്നത്. ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാതെ ആദ്യത്തെ രാജ്യം എന്ന് ചോദിക്കുന്നത് അത് സൗത്ത് കൊറിയ.
സൗത്ത് കൊറിയ ഇസ് ദ ആൻസർ. പിന്നെ ഓവറോൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ 7th കൺട്രിയാണ് സൗത്ത് കൊറിയ. ആദ്യത്തെ രാജ്യമാണ് ന്യൂക്ലിയർ വെപ്പൺ ഇല്ലാതെ സബ്മറൈൻ ലോഞ്ചർ ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് പറയുന്നത്. പിന്നെ സബ്മറൈൻ ലോഞ്ചർ ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് പറയുന്ന 7ാമത്തെ രാജ്യമാണ് സൗത്ത് കൊറിയ. അതുപോലെ നോർത്ത് കൊറിയ ഇപ്പോൾ റെയിൽ ലോഞ്ചർ മിസൈൽ ടെസ്റ്റ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. റെയിൽ ലോഞ്ചർ മിസൈൽ ടെസ്റ്റ് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു നോർത്ത് കൊറിയ. റെയിൽ ലോഞ്ചർ മിസൈൽ. 137ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ബാൻഡ് ഡാഷ് അണ്ടിൽ ദ എൻഡ് ഓഫ് 2022 ആസ് ഇറ്റ് ഫെയിൽഡ് ടു സെൻഡ് എ ടീം ടു ടോക്കിയോ ഒളിമ്പിക്സ് 2020. 2022 വരെ ബാൻ ചെയ്തു ഒരു രാജ്യത്തെ. അതെന്താന്ന് വെച്ചാൽ കോവിഡിനെ പേടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, ടോക്കിയോ ഒളിമ്പിക്സ് ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് അവരുടെ ടീമിനെ പറഞ്ഞിട്ടില്ല. ആ രാജ്യം പറഞ്ഞിട്ടില്ല. ഏത് രാജ്യത്തിനെ ബാൻ ചെയ്തതെന്ന് നോക്കുന്നത് നോർത്ത് കൊറിയ ഇസ് ആൻസർ. നോർത്ത് കൊറിയനെയാണ് ബാൻ ചെയ്തത്. Niti Aayog partnered with Dash to provide free access to the learning materials for students of class 6 to 12 in government schools across 112 aspirational districts. 112 aspirational districts. Aspirational districts scheme ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 112 aspirational districts സ്കീം അവിടെയുള്ള ഗവൺമെന്റ് സ്കൂളുകളിലെ ക്ലാസ് 6 മുതൽ 12 വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ലേണിംഗ് മെറ്റീരിയൽസ് ഫ്രീ ആക്സസ് കൊടുക്കാൻ നീതി ആയോഗ് ആരുമായിട്ടാണ് പാർട്ട്ണർ ചെയ്ത് നിൽക്കുന്നത്? ബൈജൂസുമായിട്ടാണ് നീതി ആയോഗ് പാർട്ട്ണർ ചെയ്തിട്ടുള്ളത്. 21st meeting of the Council of Heads of State of the SCO Shanghai Cooperation Organization was held in hybrid format. ഹൈബ്രിഡ് ഫോർമാറ്റിലാണ്, അതായത് വിർച്വൽ ആയിട്ടും നടന്നു, ലൈവ് ആയിട്ടും നടന്നു. വിർച്വൽ ആയിട്ടും നടന്നു, അവിടെ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും നടന്നു. കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് SCO വാസ് ഹെൽഡ് എവിടെയാണ് നടന്നതെന്ന് ചോദിക്കുന്നത്? ദുഷാംബെ ഇസ് ദ ആൻസർ. തജിക്കിസ്ഥാനിലാണ്. തജിക്കിസ്ഥാന്റെ ക്യാപിറ്റലാണ് ദുഷാംബെ. തജിക്കിസ്ഥാനിലെ ദുഷാംബെയിലാണ് 21st മീറ്റിംഗ് നടന്നത്. SCOന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? SCOന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബീജിംഗിലാണ്. ബീജിംഗ് ഇസ് ദ ആൻസർ. SCOന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബീജിംഗ് ആണ്. LIC launched ഡാഷ് മൊബൈൽ ആപ്പ് ഫോർ ഇറ്റ്സ് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ്. ഡെവലപ്മെന്റ് ഓഫീസേഴ്സിന് വേണ്ടിയിട്ട് LIC ലോഞ്ച് ചെയ്ത ഒരു ആപ്പാണ്. എന്താണ് ആ ആപ്പിന്റെ പേരെന്ന് ചോദിക്കുന്നത്? പ്രഗതി ഇസ് ദ ആൻസർ. ഓപ്ഷൻ ബി, പ്രഗതി ഇസ് ദ ആൻസർ. പെർഫോമൻസ് റിവ്യൂ ആപ്ലിക്കേഷൻ ഗ്രോത്ത് ആൻഡ് ട്രെൻഡ് ഇൻഡിക്കേറ്റർ എന്നാണ് അതിന്റെ ഫുൾ ഫോം. പെർഫോമൻസ് റിവ്യൂ ആപ്ലിക്കേഷൻ, ഗ്രോത്ത് ആൻഡ് ട്രെൻഡ് ഇൻഡിക്കേറ്റർ ഇതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, പെർഫോമൻസ് റിവ്യൂ ആപ്ലിക്കേഷൻ ഗ്രോത്ത് ആൻഡ് ട്രെൻഡ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഡാഷ്. അതുപോലെ തന്നെ LIC അവരുടെ AI ബേസ്ഡ് ആപ്പ്, വേറൊരു AI ബേസ്ഡ് ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ജീവൻ സാക്ഷയ. AI ബേസ്ഡ് ആണ്. ഇത് അവരുടെ റിട്ടയർഡ് എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ്. റിട്ടയർഡ് എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ്. Dash has been appointed one of the 17 SDG Sustainable Development Goals advocates by UN. ന്റെ 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആണ്. ടാർഗറ്റ് ഇയർ 2030 ആണ്. അതിന്റെ അഡ്വക്കേറ്റ്സ് ആയിട്ട് 1 of the 17 അഡ്വക്കേറ്റ്സ് ആയിട്ട് UN അപ്പോയിന്റ് ചെയ്ത ആരെയാണ് ചോദിക്കുന്നത്? കൈലാഷ് സത്യാർത്ഥി. 2014 പീസ് നോബൽ ലോറേറ്റ് ആണ്. ആരുടെ കൂടെയായിരുന്നു അവർക്ക് കിട്ടിയത്? മലാല യൂസഫ്സായുടെ കൂടെ. വേൾഡ് ബാംബു ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. വേൾഡ് ബാംബു ഡേ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത് ചോദിക്കുന്നത്? വേൾഡ് ബാംബു ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ സെപ്റ്റംബർ 18 ആണ് വേൾഡ് ബാംബു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഒരു ഹാഷ്ടാഗ് ഉണ്ട്, റിലീസ് ചെയ്തതാണ്, പ്ലാന്റ് ബാംബു. വേൾഡ് ബാംബു ഓർഗനൈസേഷൻ റിലീസ് ചെയ്തതാണ്. അതുപോലെ ഒരു മെസ്സേജും ഉണ്ട്, പ്ലാന്റ് ബാംബു. It is time to plant bamboo. Okay. 15th edition of Joint Military Training Exercise was held between India and Nepal at Pithorakat. ആ ജോയിന്റ് മിലിറ്ററി ട്രെയിനിങ് എക്സസൈസിന്റെ പേര് കൊടുക്കാൻ മറന്നതാണ്. സൂര്യൻ കിരൺ എന്നാണ് അതിന്റെ പേര്. സൂര്യകിരൺ എന്ന
ജോയിന്റ് മിലിറ്ററി ട്രെയിനിങ് എക്സസൈസ്. പിത്തോഡ-കട്ടിലാണ് നടന്നത്. ഇന്ത്യയും നേപ്പാളും നടന്നത്. ഇന്ത്യയും നേപ്പാളും തമ്മിലാണ്. ഓക്കെ. സൂര്യകിരൺ, ചോദ്യം മാറിപ്പോയി. സൂര്യകിരൺ എന്താണ് അതിന്റെ പേരെന്ന് ചോദിക്കുന്നത്. സൂര്യകിരൺ, ക്വസ്റ്റ്യനുള്ള മിസ്റ്റേക്ക് ആണ്. സൂര്യകിരൺ ഈസ് ദ ആൻസർ. ഇന്ത്യയും നേപ്പാളും തമ്മിലാണ് പിത്തോഡ-കട്ടിലാണ് നടന്നത്. ഓർത്ത് വയ്ക്കുക. 144th question. Dash launched India's first indigenous luxury cruise liner. ഫസ്റ്റ് ഇൻഡിജീനിയസ് ലക്ഷറി ക്രൂയിസ് ലൈനർ ആരാണ് ലോഞ്ച് ചെയ്തതെന്ന് ചോദിക്കുന്നത്. IRCTC is the answer. IRCTC ആണ് ഇത് ലോഞ്ച് ചെയ്തത്. IRCTC. According to a report, Global Trade Outlook released by UK's Department of International Trade. Global Trade Outlook എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഉണ്ട്. യുകെയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡിന്റെ റിപ്പോർട്ടാണ്. ഇന്ത്യ is set to become the world's third largest importer by the year. ഏത് വർഷത്തോടു കൂടിയാണ് ഇന്ത്യ തേർഡ് ലാർജസ്റ്റ് ഇമ്പോർട്ടർ ആവുക എന്ന് ചോദിക്കുന്നത്. 2050 is the answer. ഇപ്പോ ഫിഫ്ത്ത് ആണ്. US ആണ് ഫസ്റ്റ്. 2050 കൂടിയിട്ട് തേർഡ് ലാർജസ്റ്റ് ആകും എന്നാ പറയുന്നത്. ഓക്കെ. Dash has been appointed as ambassador of ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിങ് ഓഫ് WHO. WHOന്റെ ജനീവയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ജനീവ ഈസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ടെഡ്രോസ് അദനോം ആണ് അതിന്റെ ഡയറക്ടർ ജനറൽ. ടെഡ്രോസ് അദനോം അദ്ദേഹം അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ആരെയാണ്? അംബാസഡർ ഓഫ് ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിങ്. WHOന്റെ ഗ്ലോബൽ ഹെൽത്ത് ഫിനാൻസിങ്ങിന്റെ അംബാസഡർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാന്ന് ചോദിക്കുന്നത്. ആൻസർ ഗോർഡൻ ബ്രൗൺ ആണ്. ഫോർമർ PM ഓഫ് UK ആണ്. ഫോർമർ ആണ്, മുന്നത്തെ PM ആണ്. ഓക്കെ. ഗോർഡൻ ബ്രൗൺ ഈസ് ദ ആൻസർ. ഇന്റർനാഷണൽ റെഡ് പാണ്ട ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. ഇന്റർനാഷണൽ റെഡ് പാണ്ട ഡേ ഒബ്സർവ് ചെയ്യുന്നത് സെപ്റ്റംബർ 18 തന്നെയാണ്. സെപ്റ്റംബർ 18 ഇന്റർനാഷണൽ റെഡ് പാണ്ട ഡേ. ഡാഷ് ഡിക്ലെയർഡ് കാറ്റ്ലി ആസ് ദ സ്റ്റേറ്റ് ഫിഷ്. കാറ്റ്ലിയുടെ സ്റ്റേറ്റ് ഫിഷ് ആയിട്ട് ആരാണ് ഡിക്ലെയർ ചെയ്തത്? കാറ്റ്ലിക്ക് വേറൊരു പേരുണ്ട്, കോപ്പർ മഹസീർ എന്ന് വേറൊരു പേരുണ്ട്. സിക്കിമാണ്. സിക്കിം ഈസ് ദ ആൻസർ. സിക്കിമാണ് കട്ട്ലി എന്ന് പറയുന്ന ഒരു കൊളോക്കിയലി കാറ്റ്ലി എന്ന് പറയാം സ്റ്റേറ്റ് ഫിഷ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത്. വിച്ച് സ്റ്റേറ്റ് ലോഞ്ചഡ് സർക്കാർ തുമാച്ചൈ ധാരി ഒരു ഇല്ല, തുമാച്ചൈ ധാരി ഓർ ഗവൺമെന്റ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. ഗവൺമെന്റ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് എന്നും സർക്കാർ തുമാച്ചൈ ധാരി എന്നും പറഞ്ഞ അതിന്റെ പേരാണ്. ഗവൺമെന്റ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ് തന്നെയാണ് വേറൊരു പേര്. അതിന് ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി, ഗോവ ഈസ് ദ ആൻസർ. ഗോവയാണ് ആ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത്. ഗോവ ഈസ് ദ ആൻസർ. വിച്ച് സ്റ്റേറ്റ് ടോപ്പ് ദ FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തേർഡ് സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിൽ ഏത് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് എത്തിയെന്ന് നോക്കുന്നത്. ഈ ക്വസ്റ്റ്യന്റെ ആൻസറിൽ ലാർജർ സ്റ്റേറ്റ്സ് കാറ്റഗറിയിൽ ഗുജറാത്താണ്. സ്മോളർ സ്റ്റേറ്റ് കാറ്റഗറി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഗോവയാണ്. യൂണിയൻ ടെറിട്ടറീസിന്റെ കാറ്റഗറിയിൽ ജമ്മു ആൻഡ് കാശ്മീർ. സോ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സ് 2020-2021 ഗുജറാത്ത് ലാർജർ സ്റ്റേറ്റിൽ, ഗോവ സ്മോളർ സ്റ്റേറ്റ്സിൽ, ജമ്മു ആൻഡ് കാശ്മീർ യൂണിയൻ ടെറിട്ടറീസിൽ. സമുദ്രശക്തി 2021 ഹെൽഡ് ഇൻ സുണ്ട സ്ട്രേറ്റിലാണ് നടന്നത്. ഹെൽഡ് അറ്റ് സുണ്ട സ്ട്രേറ്റിലാണ്. ഇസ് ദ തേർഡ് bilateral maritime third edition of bilateral maritime exercise between ഇന്ത്യയും ഏത് രാജ്യം തമ്മിലാണ് സുണ്ട സ്ട്രേറ്റിൽ നടന്ന സമുദ്രശക്തി എന്ന് പറഞ്ഞ ബൈലാറ്ററൽ നാവൽ എക്സസൈസ് ആണ്. മാരിടൈം എക്സസൈസ് ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലാണ്. ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ ഈസ് ദ ആൻസർ. ഡാഷ് ലോഞ്ചഡ് ടിയാൻഷു 3 കാർഗോ സ്പേസ് ക്രാഫ്റ്റ് ടു സപ്പോർട്ട് ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷൻ. ടിയാങ്കോങ് സ്പേസ് സ്റ്റേഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടിയാൻഷു 3 കാർഗോ സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്ത് ആരാന്ന് ചോദിക്കുന്നത്. ചൈന ഇസ് ആൻസർ. ചൈന. ഡാഷ് ബിക്കേം ദ 70th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ. 70th ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ഇന്ത്യ ആരായി എന്നാണ് ചോദിക്കുന്നത്. രാജ ഋത്വിക് ഇസ് ആൻസർ. രാജ ഋത്വിക് തെലങ്കാന എന്നായിരുന്നു. വാറങ്കൽ എന്ന സ്ഥലം, തെലങ്കാന. വാറങ്കൽ എന്ന സ്ഥലത്തു നിന്നാണ് അയാൾ വരുന്നത്. രാജ ഋത്വിക് 70ാമത്തെ GM ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ GM ആരാണ്? വിശ്വനാഥൻ ആനന്ദ is the first GM of India 1988. Okay. Next question. 2022 Winter Olympics will be held at. 2022 Winter Olympics എവിടെയാണ് നടക്കുന്നത്? 2022 വരെയാണ് നോർത്ത് കൊറിയനെ ബാൻ ചെയ്ത ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. അപ്പോൾ അവർ
2022 ബീജിംഗിൽ നടക്കുന്ന വിന്റർ ഒളിമ്പിക്സിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ബീജിംഗ് ഈസ് ദ ആൻസർ. ബീജിംഗ് ഈസ് ദ ആൻസർ. ലോസ് ആഞ്ചലസ് 2028 നടക്കുന്ന സമ്മർ ഒളിമ്പിക്സ് ലോസ് ആഞ്ചലസിലാണ്. പാരീസിൽ 2024 നടക്കുന്നതാണ്. 2032 ഇപ്പൊ അടുത്താണ് ബ്രിസ്ബെയിൻ സമ്മർ ഒളിമ്പിക്സ്. 2024 സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ്? പാരീസിലാണ്, ബ്രിസ്ബെയിനിലാണ്. ഓക്കെ, ബ്രിസ്ബെയിൻ. അതുപോലെ ഇതിനൊരു മോട്ടോ ഉണ്ടായിരുന്നു, അതായത് 2022 വിന്റർ ഒളിമ്പിക്സിന്റെ മോട്ടോ ഇപ്പോഴാണ് റിലീസ് ചെയ്തത്. ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത് ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ. ടുഗദർ ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ എന്നാണ്. ഓക്കെ, വിന്റർ ഒളിമ്പിക്സും വിന്റർ പാരാലിമ്പിക്സും നടക്കുന്ന അവിടെ തന്നെയാണ്. വിന്റർ ഒളിമ്പിക്സിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത് ബിങ് ഡോയിൻ ആണ്. ബിങ് ഡോയിൻ. വിന്റർ പാരാലിമ്പിക്സിന്റെ മാസ്കോട്ട് എന്ന് പറയുന്നത് ഷുവോയ് റോൺ ആണ്. വിന്റർ ഒളിമ്പിക്സും വിന്റർ പാരാലിമ്പിക്സും. 155th question. Dash won his second Asian snooker championship held at Goa. ഗോവയിൽ നടന്ന ഏഷ്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പിൽ സെക്കൻഡ് ടൈറ്റിൽ ആരാണ് ജയിച്ചതെന്ന് ചോദിക്കുന്നത്? പങ്കജ് അദ്വാനി ഈസ് ദ ആൻസർ. അമീർ സർക്കോഷിനെയാണ്, ഇറാന്റെ അമീർ സർക്കോഷിനെയാണ് അയാൾ തോൽപ്പിച്ചത്. പങ്കജ് അദ്വാനി ഈസ് ദ ആൻസർ. ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ഈസ് ഒബ്സർവ്ഡ് ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് പീസ് ഒബ്സർവ് ചെയ്യുന്നത് സെപ്റ്റംബർ 21 സെപ്റ്റംബർ 21. തീമുണ്ട് റിക്കവറിങ് better for a equitable and sustainable world. Recovering better for an equitable and sustainable world. Dash launched India's first mobile music classroom and recording studio named as Music Bus. Music Bus എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് മൊബൈൽ മ്യൂസിക് ക്ലാസ് റൂമും റെക്കോർഡിംഗ് സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തത് ആരാന്ന് വയ്ക്കുന്നത്? ഡൽഹിയാണ് അത് ലോഞ്ച് ചെയ്തത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഫോംഡ് എ 12-member നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി. 12 മെമ്പറുള്ള നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. 4. ഡെവലപ്മെന്റ് ഓഫ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്സ്. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇൻ ലൈൻ വിത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഹെഡഡ് ബൈ, ആ കമ്മിറ്റിയുടെ ഹെഡ് ആണെന്ന് വെക്കുന്നത് കെ കസ്തൂരി രംഗൻ തന്നെയാണ് അതിന്റെ ഹെഡ്. കെ കസ്തൂരി രംഗൻ ഈസ് ദ ആൻസർ. ടാറ്റ സ്റ്റീൽ commissioned India's first CO2 capture, carbon dioxide capture and utilization plant. CO2 capture and utilization plant എവിടെയാണ് കമ്മീഷൻ ചെയ്തത്? ജംഷഡ്പൂരിലാണ്. 5 tons per day ആണ് അതിന്റെ കപ്പാസിറ്റി. 5 tons per day കപ്പാസിറ്റി ആണ് CO2 capture and utilization plant. ഇന്ത്യയിലെ ആദ്യത്തെയാണ്. ടാറ്റ സ്റ്റീലാണ് കമ്മീഷൻ ചെയ്തത് ജംഷഡ്പൂർ. ഡാഷ് became the 9th permanent member of ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. 8 മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ. ഇന്ത്യ മെമ്പറാണ്. ഇതിന്റെ 9th മെമ്പറായിട്ട് ഇപ്പോൾ സെലക്ട് ചെയ്യപ്പെട്ടത് ആരാണെന്ന് ചോദിക്കുന്നത്? ഇറാൻ ഈസ് ആൻസർ. ഇറാനാണ്. തജിക്കിസ്ഥാനിലാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ദുഷാൻബെയിൽ വെച്ചിട്ടാണ് 21st കൗൺസിൽ ഓഫ് ഹെഡ് മീറ്റിംഗ് നടക്കുന്നത്. 21st ദുഷാൻബെയിൽ. ഇറാനാണ് ഇതിന്റെ ആൻസർ. വേർ ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ്? OECDയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുന്നത്? OECDയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പാരീസിലാണ്. പാരീസ് ഇൻ ഫ്രാൻസ്. 2024 സമ്മർ ഒളിമ്പിക്സ് ആൻഡ് പാരാലിമ്പിക്സ് നടക്കാൻ പോകുന്നത് പാരീസിലാണ്. ഓക്കെ, പാരീസ് ആൻഡ് സെന്റ് ജർമ്മനിലേക്കാണ് ലയണൽ മെസ്സി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് ബാഴ്സലോണയിൽ നിന്ന്. ബാഴ്സലോണ വുമൺസ് FC, ബാഴ്സലോണ FC ആണ് വുമൺസ് ചാമ്പ്യൻസ് ലീഗ്, UEFA വുമൺസ് ചാമ്പ്യൻസ് ലീഗ് ജയിച്ചത്. UEFA വുമൺസ് ചാമ്പ്യൻസ് ലീഗ്. മെൻസ് ചാമ്പ്യൻസ് ലീഗോ? മെൻസ് ചാമ്പ്യൻസ് ലീഗ് ജയിച്ചത് ചെൽസിയാണ്. ചെൽസി ഫൈനലിൽ തോൽപ്പിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിനെയാണ്. അതുപോലെ ബാഴ്സലോണ FC വുമൺസ് ചാമ്പ്യൻസ് ലീഗിൽ ഫൈനലിൽ തോൽപ്പിച്ചത് ചെൽസിനെയാണ്. ബാഴ്സലോണ സ്പെയിനിലാണ്. അതുപോലെ ചെൽസി മാഞ്ചസ്റ്റർ സിറ്റിയും എവിടെയാണ്? ലണ്ടൻ ബേസ്ഡ് ക്ലബ്ബാണ് ചെൽസി. UK ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ട് എന്ന് പറയുമായിരിക്കും നല്ലത്. ഇംഗ്ലണ്ടിലാണ്. ഓക്കെ. ഡാഷ് വൺ ദ SDG പ്രോഗ്രസ് അവാർഡ്
SDG Progress Award at the 9th Annual International Conference on Sustainable Development held in New York. UN-ന്റെ ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്, 9th കോൺഫറൻസ് ആണ്, ആനുവൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് മുകളിലുള്ള കോൺഫറൻസ് ആണ്. അതിൽ SDG പ്രോഗ്രസ് അവാർഡ് ആർക്കാണ് കിട്ടിയത് നോക്കുന്നത്? ഷെയ്ഖ് ഹസീന, PM ഓഫ് ബംഗ്ലാദേശിന്റെ PM ആണ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയ്ക്കാണ് അത് കിട്ടിയത്. മൈത്രി സേതു ബ്രിഡ്ജ് ബംഗ്ലാദേശും ഇന്ത്യയും ത്രിപുരയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നരേന്ദ്രമോദി ആണ് ഉദ്ഘാടനം ചെയ്തത്. ത്രിപുര ആൻഡ് ബംഗ്ലാദേശ്. അതുപോലെ 2020 ഗാന്ധി പീസ് പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആണ് കിട്ടിയത്. Dash has been appointed next chief of air staff. എയർഫോഴ്സിന്റെ നെക്സ്റ്റ് ചീഫ് ആരാണെന്ന് ചോദിക്കുന്നത്. ആൻസർ VR ചൗധരി is the answer. RKS ബഡോരി ആയിരുന്നു അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ VR ചൗധരി. സോ നമ്മൾ 163 ക്വസ്റ്റ്യനുകളായിട്ട് 4 വീഡിയോകളിലായിട്ട് സെപ്റ്റംബറിലേക്ക് ചോദിച്ചേക്കാവുന്ന MCQs ആണ്, നമ്മൾ SBI ക്ലർക്ക് മെയിൻസിന് ചോദിച്ചേക്കാവുന്ന MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ എല്ലാവരും പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.